പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ് വാർഷിക പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു. പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള പഠനതന്ത്രങ്ങളും ഓർമ്മസൂത്രങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ക്ലാസ്സാണിത്. ഇതിനായി കഴിഞ്ഞ 3 വർഷത്തെ ചോദ്യപേപ്പറുകൾ, അതായത് 2022, 2023, 2024 ഈ ചോദ്യപേപ്പറുകളെല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വർഷത്തെ സാധ്യതകളും ഈ ചോദ്യപേപ്പറിൽ വിട്ടുപോയ ഭാഗങ്ങളും കൂടി ഇതിൽ പരിശോധിക്കുന്നു. ആദ്യമായി പറയുന്നു, 5ാമത്തെ യൂണിറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷക്കോ പാദവാർഷിക പരീക്ഷക്കോ അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2024 ചോദ്യപേപ്പറിലെ പൊതുനിർദ്ദേശങ്ങളൊന്ന് നോക്കുക. 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ. സ്കോർ 40 ഉണ്ടായിരിക്കും. നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ഈ സമയത്ത് നാം 1 വർഷത്തോളം പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എങ്ങനെ പ്രയോഗിക്കും, 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ എങ്ങനെ എഴുതാം എന്നാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാം ഉത്തരമെഴുതണം. ഉത്തരമെഴുതുമ്പോൾ സ്കോറ്, സമയം എന്നിവ പരിഗണിക്കണം. 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു എസ്സേ ടൈപ്പ് ഉത്തരം എഴുതരുത്. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇഖ്റ അൽ ഫിഖ്റ വ അജിബ്. പാരഗ്രാഫ് വായിക്കുക, ഉത്തരമെഴുതുക. സാധാരണയായിട്ട് ആദ്യ കാറ്റഗറി ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് തന്നോ അതല്ലെങ്കിൽ പദ്യത്തിലെ 3 വരികൾ തന്നോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം എന്നതാണ്. അല്ലാതെയും വരാം. ഒരു പക്ഷേ നിർദ്ദേശങ്ങൾ അജിബ് ഹസ്ബൽ ഇർഷാദാത്ത് എന്ന രീതിയിൽ തന്നുകൊണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഈ ഭാഗം മനസ്സിലാക്കാൻ ചില പദങ്ങളുടെ അർത്ഥം കൃത്യമായിട്ട് നിർബന്ധമായും നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേത് ലിദ് എന്ന പദമാണ്. ലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപരീത പദം. അതുപോലെ ജമ്മിൻ്റെ അർത്ഥം ബഹുവചനം. മുത്തറാദിഫ് പര്യായ പദം. മുഫ്രദ് ഏകവചനം. ചില കുട്ടികൾ മുഫ്രദും മുത്തറാദിഫും പരസ്പരം മാറിപ്പോകാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യപദങ്ങളും നമ്മൾ പഠിക്കണം. ഐന എവിടെ, മൻ ആര്, കൈഫ എങ്ങനെ. ഒരു ഉദാഹരണം നോക്കുക. ജലസ എന്ന പദം, അത് മാളിയായ പദമാണ്. അതിൻ്റെ മുലാരി ആണ് യജിലിസു ഇരിക്കുന്നു. അതിൻ്റെ അമ്ര ഇരിക്കൂ ഒരു കൽപ്പനയാണ് ഇജ്ലിസ്. നിങ്ങൾ ഈ പാരഗ്രാഫ് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 71ാമത്തെ പേജുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണിത്. അൽ ഖലമു യതഹദ്ദസു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന സഗീറുൽ ബദൻ, ഞാൻ ചെറിയ ശരീരമുള്ളവനാണ്. അലീമുൽ മൻസില, ഉയർന്ന സ്ഥാനമുള്ളവനുമാണ്. ഖലഖനിയല്ലാഹു അബ്കമു വ അമാ വ അസം, അന്ധനും മൂകനും ബധിരനുമായി അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വലാകിന്നനി അജ്രി വ അർസും, പക്ഷേ ഞാൻ സഞ്ചരിക്കുകയും വരക്കുകയും ചെയ്യുന്നു. വ ഉസവ്വിറു വ ഉവല്ലിഫു, ഞാൻ രചിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അസീറു ബൈന സുതൂരി ബിമിദാദിൻ മിൻ നൂരിൻ, പ്രകാശം കൊണ്ടുള്ള മഷിയാൽ ഞാൻ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു. നഅം അതെ, അനൽ ഖലം ഞാനാണ് പേന. ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ലിദ്ദു കലിമത്തി കബീർ. കബീറിൻ്റെ അർത്ഥം വലിയത്. വലിയ എന്ന പദത്തിൻ്റെ ലിദ് വിപരീത പദം ഇവിടെയുണ്ട്. സഗീറുൽ ബദൻ, ഞാൻ ചെറിയ ശരീരമുള്ളവനാണ്. ഉത്തരമായി വരേണ്ടത് സഗീർ എന്ന പദമാണ്. രണ്ടാമത്തെ ചോദ്യം ജംഉ കലിമത്തി സത്തുർ. സത്തുർ അർത്ഥം വരി. വരി എന്ന പദം, അതിൻ്റെ ബഹുവചനം വരികൾ എന്ന അർത്ഥം ലഭിക്കുന്ന പദം അസ്സുത്തൂർ. രണ്ടാമത്തെ വരിയിൽ നമുക്ക് കാണാം അസ്സുത്തൂർ വരികൾ. മൂന്നാമത്തെ ചോദ്യം മുത്തറാദിഫു കലിമത്തി അൽ ജിസ്മ്. ജിസ്മിൻ്റെ അർത്ഥം ശരീരം. ശരീരം എന്ന അതേ അർത്ഥം ലഭിക്കുന്ന
പര്യായ പദം അത് ഏതാണ്? അൽ ബദൻ എന്നതാണ്. ഒന്നാമത്തെ സെൻറ്റൻസിൽ തന്നെ നമുക്ക് കാണാം അന സഗീറുൽ ബദൻ. നാലാമത്തെ ചോദ്യം മുഫ്രദു കലിമത്തി അൻവാർ. അൻവാർ പ്രകാശങ്ങൾ, ഈ പദത്തിൻ്റെ ഏകവചനം. നൂർ എന്ന പദം നമുക്ക് കണ്ടെത്തണം. നൂറാണ് മുഫ്രദായിട്ട് ഏകവചനമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം അഞ്ചാമത്തേത് ഐന യസീറുൽ ഖലം. പേന എവിടെയാണ് സഞ്ചരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഉത്തരമായി വരേണ്ടത് അസീറു ബൈന സുത്തൂർ. വരികൾക്കിടയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. അവസാനത്തെ ചോദ്യം മൻ അന. ഞാൻ ആരാണ്? ഉത്തരം അനൽ ഖലം. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. ചോദ്യപദങ്ങൾക്ക് ശേഷമുള്ള പദം എവിടെയാണെന്ന് കണ്ടെത്തിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അജിബ് അനിൽ ഇസ്നൈനി ഫഖത്ത്. രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 7 മുതൽ 9 വരെ 3 ചോദ്യങ്ങളുണ്ടാവും. അവിടെ ഏറ്റവും നന്നായി അറിയുന്ന 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇതിന് ഓരോന്നിനും 2 മാർക്ക് വീതമായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ അൽ ഇൽമു നൂറുൻ 76-ാമത്തെ പേജിലെ പദ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിവിടെ പ്രതിപാദിക്കുന്നത്. ചോദ്യം ഇഖ്റ ഇസ്സത്വറ. വരി വായിക്കുക. വ ഇഖ്തർ അത്തസ്രീഹൽ മുനാസിബ ഫിൽ മഅന. എന്നിട്ട് പ്രസ്താവനക്ക് ആശയത്തിൽ യോജിക്കുന്നത് എടുത്തെഴുതുക. വായിക്കാം. അൽ ഇൻസാനു സയസീറു സുൽത്താന. മനുഷ്യൻ ഒരു സുൽത്താനായിത്തീരും. ബി അഫ്കാരിഹി. അവൻ്റെ ചിന്തകൾ കൊണ്ട്. വ ആലിമൻ ബി മഅലൂമാത്തിഹി. അവൻ്റെ അറിവുകൾ കൊണ്ടൊരു പണ്ഡിതനുമായി തീരും. വായിക്കാം. വമല്ലിൽ ഇൽമി ഖദ് ആദ. ആരെങ്കിലും അറിവിന് ശത്രുവായാൽ ഫലൈസ യുഅദ്ദു ഇൻസാന. അവനെ ഒരു മനുഷ്യനായി എണ്ണാൻ കഴിയില്ല. വഫിൽ ഇൽമി ലനാ നൂറുൻ. അറിവിൽ നമുക്ക് പ്രകാശമുണ്ട്. നസീറു ബിഹി ബി ദുനിയാന. നമ്മുടെ ദുനിയാവിൽ അതുമായി നാം സഞ്ചരിക്കുന്നു. അടുത്തത് ഫബിൽ ഫിക്കിരി വബിൽ ഇൽമി. അറിവ് കൊണ്ടും ചിന്ത കൊണ്ടും യസീറുൽ മർഉ സുൽത്താന. ഒരു വ്യക്തി സുൽത്താനായിത്തീരും. നമുക്ക് ആശയം നോക്കാം. അൽ ഇൻസാനു. മനുഷ്യൻ ഒരു സുൽത്താനാവുന്നു. അവൻ്റെ ചിന്തകൾ കൊണ്ടും അവൻ്റെ അറിവ് കൊണ്ട് ഒരു പണ്ഡിതനുമായി തീരുന്നു. യോജിക്കുന്നത് 3-ാമത്തെ വരിയാണ്. ഫബിൽ ഫിക്കിരി വബിൽ ഇൽമി. ഇൽമു കൊണ്ടും ചിന്ത കൊണ്ടും യസീറുൽ മർഉ സുൽത്താന. ഒരു മനുഷ്യൻ സുൽത്താനായി മാറുന്നു. ഇവിടെ സുൽത്താൻ എന്ന പദം ആശയത്തിലും വരിയിലും വന്നിരിക്കുന്നു. ഇതുപോലെയുള്ളത് കണ്ടെത്താൻ ഒരേപോലെയുള്ള പദങ്ങളുണ്ടോ എന്ന് നോക്കാം. വ്യത്യസ്ത ഫോർമാറ്റുകളിൽ മാലി, മുലാരി, അംറ് തുടങ്ങിയ ഫോർമാറ്റുകളിൽ പദങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ആശയവുമായിട്ട് ഒത്തുനോക്കാം. അടുത്ത ചോദ്യം റത്തിബിൽ കലിമാത്തി ഹത്ത തസീറു ജുംല. പദങ്ങൾ ഒരു ജുംല ആവുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇവിടെ ഡിസോർഡറായി കൊടുത്തിരിക്കുന്നു. അത്തുറാഫ്, ബൈന, അൽ ആലം, അൽ അനാമിൽ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 74-ലെ ഹെഡിംഗ് ആണിത്. ഉത്തരമായി വരേണ്ടത് അൽ ആലമു ബൈന അത്തുറാഫിൽ അനാമിൽ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ 71-ാമത്തെ പേജിൽ താഴെ നമുക്ക് കാണാം പേനയെക്കുറിച്ച് പറയുന്നത് അൽ ഇൻസാനി അന അനീസ്. ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മനുഷ്യൻ, ഞാൻ, ഇണക്കമുള്ളവൻ. ഉത്തരം വേണ്ടത് അന അനീസുൽ ഇൻസാൻ. അടുത്ത ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. കമ്മിലിൽ ഫറാഗ. വിട്ട ഭാഗം പൂർത്തിയാക്കുക. മിമ്മ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം. അൽ ഖിത്വാറു. തീവണ്ടി. ഡാഷ് മിനൽ ഹാഫില. ബസ്സിനേക്കാൾ. ജമീലുൻ. ഭംഗിയുള്ളതാണ്. അസ്റഉ. ഹൈ സ്പീഡിലുള്ളതാണ്. സഗീറുൻ.
ചെറുതാണ്. ടെക്സ്റ്റ് ബുക്കിലെ 15-ാമത്തെ പേജിൽ നാം ഇംഗ്ലീഷിൽ പഠിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് ഇസ്മു തഫ്ലീൽ എന്ന മേഖല കാണാൻ കഴിയും. അസ്റ, അക്ബർ, അജ്മൽ, അസ്ഗർ ഈ രീതിയിലുള്ള ഫോർമാറ്റുകളിലായിരിക്കും ഇവ വരിക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അസ്റ, ഏറ്റവും സ്പീഡുള്ളത്. തീവണ്ടി ബസ്സിനേക്കാൾ ഏറ്റവും സ്പീഡ് കൂടിയതാണ്. ബാ, ഉംരി അർബഅത അശറ, എൻ്റെ വയസ്സ് 14. സനത്തൻ, ആമൻ, സനവാത്തിൻ, എല്ലാറ്റിൻ്റെയും അർത്ഥം വർഷങ്ങൾ. ഉത്തരമായിട്ട് വരേണ്ടത് ആമൻ എന്നതാണ്. ഇവിടെ അർബഉൻ എന്നായിരുന്നു ഫസ്റ്റെങ്കിൽ അഷറത്ത സനത്തൻ എന്ന് വേണ്ടിയിരുന്നു. ഫസ്റ്റിൽ അർബഅത്ത എന്ന് വരുന്നത് കൊണ്ട് തുടർന്ന് അഷറ, തുടർന്ന് ആമൻ. അഷറയോടൊപ്പം താ വേണ്ട, എന്നാൽ അഷറത്തായിരുന്നെങ്കിൽ താ ഉള്ള സനത്തുൻ എന്ന് പ്രയോഗിക്കേണ്ടിയിരുന്നു. അടുത്ത ചോദ്യം, ലുഖിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്ഥാനപ്പേര് ലഭിച്ചു. ബി, ഷാഇറത്തിൽ ഇസ്ലാം, ഇസ്ലാമിലെ കവയത്രി. അസിദ്ദീഖ്, സിദ്ദീഖ്. ദാത്തുൻ നിത്വാഖൈൻ, 2 ചരടുള്ളവർ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹെഡിങ് ആയിട്ട് തന്നെ അവരുടെ പേരിനെ പഠിച്ചിരിക്കുന്നു, ദാത്തുൻ നിത്വാഖൈൻ. അടുത്തത്, ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബുഹു ഫിൽ ഗാരി, പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ആ ഗുഹയിൽ താമസിച്ചു. ഡാഷ് അയ്യാമിൻ, സലാസത്ത, സലാസ, സലാസത്ത, സാലിസത്ത. 3ൻ്റെയും അർത്ഥം 3 എന്നതാണ്. ഇവിടെ വരേണ്ടത് സലാസത്ത. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കറക്റ്റ് ഈ ഏരിയ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. യഫ്തഖിറു ഡാഷ് ബിസൗതിഹി, തൻ്റെ മധുരിതമായ ശബ്ദം കൊണ്ട് അഹങ്കരിക്കുന്നത്. ജബൽ, മല. അൽ ബുൽബുൽ, കുയിൽ. അസ്സഹിൽ, താഴ്വര. ടെക്സ്റ്റ് ബുക്കിലെ 11-ാമത്തെ പേജിൽ നാം പഠിക്കുന്നു, യഫ്തഖിറുൽ ബുൽബുലു ബിസൗതിഹി, കുയിൽ തൻ്റെ മധുരിതമായ ശബ്ദം കൊണ്ട് അഹങ്കരിക്കുന്നു. ഇവിടെ 2022, 23, 24 ഈ 3 വർഷങ്ങളിലെയും ചോദ്യങ്ങൾ കംപ്ലീറ്റായി നാം കവർ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത് കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം. നന്നായി പഠിച്ചാൽ വാങ്ങാൻ കഴിയുമെന്നത് തീർച്ചയാണ്. അടുത്ത ചോദ്യം, കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ പൂർത്തിയാക്കുക. അൽ മിസാൽ, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. യഫ്തഖിറു സഹ്ലു ബിവുസ്അതിഹി, താഴ്വര തൻ്റെ വിശാലത കൊണ്ട് അഹങ്കരിക്കുന്നു. അസ്സഹ്ലു വാസിഉൻ, താഴ്വര വിശാലതയുള്ളതാണ്. എങ്കിൽ യഫ്തഖിറുൽ ഖിത്വാറു ബിസുർഅതിഹി, തീവണ്ടി തൻ്റെ വേഗത കൊണ്ട് അഹങ്കരിക്കുന്നു. എങ്ങനെ വേണം? അൽ ഖിത്വാറു അസ്സഹ്ലു എന്ന ഫോർമാറ്റിൽ അസ്സഹ്ലു എന്നാദ്യം കൊടുക്കുന്നു. അതിനുശേഷം സുർഅത്ത് എന്നുള്ളത് വാസി എന്ന ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ സരീ, വേഗതയുള്ളതാണ്, തീവണ്ടി വേഗതയുള്ളതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, യഫ്തഖിറുൽ അസദു ബി ഖുവ്വതിഹി, സിംഹം തൻ്റെ ശക്തി കൊണ്ട് അഹങ്കരിക്കുന്നു. എങ്ങനെ എഴുതണം? അൽ അസദു, അസ്സഹ്ലു എന്ന് എഴുതിയ അതേ ഫോർമാറ്റിൽ അൽ അസദു. ഖുവ്വത്ത് എന്നുള്ളത് ശക്തി എന്ന പദത്തിന് കവി, കവിയുൻ, അറബിയിൽ കവിയുൻ എന്നതാണ് ശക്തിയുള്ളത് എന്നതിൻ്റെ പദം. 9-ാമത്തെ ചോദ്യം, ഇഖ്റഇ സുത്തൂറ വഖ്തർ മിൻഹാ സിയഗൽ ജുമോ, വരികൾ വായിക്കുക, ജമ്മുകളുടെ രൂപങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക. ഫനജ്ലിസു ബൈന അഷ്ജാരിൻ, നമുക്ക് മരങ്ങൾക്കിടയിൽ ഇരിക്കാം. മഅൽ അൻസാമി വല്ലില്ലി, തണലും കുളിർക്കാറ്റുമേറ്റ്. ഫനഷ്ഹദു ഖുദ്റത്തൽ മൗല, എല്ലാം സൃഷ്ടിച്ചവൻ്റെ കഴിവുകൾ നമുക്കവിടെ കാണാം. വനഹ്മദു ഫാത്തിറൽ കുല്ലി, എല്ലാം നിയന്ത്രിക്കുന്നവനെ നമുക്ക് സ്തുതിക്കാം. നറൽ അംവാഹ ജാരിയത്തൻ, അവിടെ ഒഴുകുന്ന വെള്ളം നമുക്ക് കാണാം. അലാ തല്ലിൻ അലാ സഹലിൻ,
കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും. ഇവിടെ ഷജറത്ത്, ഷജറിൻ്റെ ജമ്മാണ് അഷ്ജാർ, മരം, മരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ജമ്മുകൾ അൻസാം, ഇതിൻ്റെ മുഫ്രദായി വരേണ്ടത് നസീമാണ്, നസീമുൻ ജമ്മാണ് അൻസാം. അടുത്തത് മാഇൻ്റെ ജമ്മാണ് മിയാ. ഈ 2 ജമ്മുകൾ നമുക്കവിടെ എഴുതി മാർക്ക് വാങ്ങാവുന്നതാണ്. 2022 ചോദ്യപേപ്പർ നോക്കാം. കമ്മിൽ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണുന്നത് പോലെ പൂർത്തിയാക്കുക. ഖാലൻ നമിറു ലിൽ-ളബി, പുലി മാനിനോട് പറഞ്ഞു, അന അഖ്വാ മിൻക യാ ലബിയു, അല്ലയോ മാനെ ഞാനാണ് നിന്നേക്കാൾ ശക്തിയുള്ളവൻ. അഖ്വാ എന്ന ഫോർമാറ്റിൽ ഇസ്മു തഫ്ലീൽ, ഖവിയുൻ എന്നതാണ് അഖ്വാ എന്നായി മാറിയത്. ഖാലൽ ഫീലു ലിസൗറി, കാളയോട് ആന പറഞ്ഞു, അന ഡാഷ് യാ സൗർ, അല്ലയോ കാള. കബീർ എന്നതാണ് മാറ്റേണ്ടത്, കബീർ അക്ബർ എന്ന ഫോർമാറ്റിലേക്കാണ് നാം മാറ്റേണ്ടത്. ഖാലൽ അർണബു ലിസ്സുലഹഫാത്ത്, മുയൽ ആമയോട് പറഞ്ഞു, അന ഡാഷ് യാ സുലഹഫാത്ത്, ശരിയ വേഗതയുള്ളത്, അല്ലയോ ആമ. അന അസ്റ എന്നാണ് വേണ്ടത്. അടുത്തത് കമ്മിൽ ഹസ്ബത്തിറാസ്, ഫോർമാറ്റ് കണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യുക, പാറ്റേൺ കണ്ട് അതുപോലെ ജം കൊടുക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 20-66 പേജുകളിൽ ജമ്മുകൾ നാം ഡയറക്റ്റായി പഠിക്കുന്നു. നൂറിൻ്റെ ജമ്മാണ് അൻവാർ, അങ്ങനെയാണെങ്കിൽ റൂഹ് അതേ ഫോർമാറ്റിൽ അർവാഹ് എന്നാണ് വരേണ്ടത്. ഷറുൻ ഷുറൂർ മറ്റൊരു ഫോർമാറ്റാണ്, ഷറുൻ ഷുറൂർ, അങ്ങനെയാണെങ്കിൽ ഹക്ക് മാറേണ്ടത് ഹുക്കൂക്ക് എന്ന രീതിയിലാണ്. മൂന്നാമത്തെ കാറ്റഗറി ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ 10 മുതൽ 17 വരെ 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. അതായത് ഇവിടെ 8 ചോദ്യങ്ങളുണ്ടാവും. ഏറ്റവും നന്നായി അറിയാവുന്ന 6 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം എഴുതിയാൽ 3 മാർക്കാണ് ലഭിക്കുക. സിൽ ബിൽ മുനാസിബ്, ചേരുംപടി ചേർക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 73-ാമത്തെ പേജിൽ നാം അൽഗാസ് പഠിക്കുന്നുണ്ട്. കടങ്കഥകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. റിഡിൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അസ്മഉ ബിദൂനി ഉദ്നിൻ, ചെവിയില്ലാതെ ഞാൻ കേൾക്കുന്നു. വ അക്തദിറു അലൽ ഇൻഷാദി, എനിക്ക് പാടാൻ കഴിയും. വ അതകല്ലമു മഅൽ ബഈദ്, വിദൂരത്ത് നിന്ന് ഞാൻ സംസാരിക്കും. അടുത്തത് നോക്കാം. അന മുസ്തദീറത്തുൽ ജിസ്ം, എൻ്റെ ശരീരം റൗണ്ട് ഷേപ്പാണ്. യുഹിബുനി അൽ അത്ഫാൽ, കുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുന്നു. അടുത്തത് അന സ്വദീഖുൽ ഇൻസാൻ, ഞാൻ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ്. വ ഖസാനത്തുൽ മഅലൂമാത്ത്, അറിവുകളുടെ ശേഖരവുമാണ്. വലത് സൈഡിലുള്ളവ നോക്കാം, ഇടത് സൈഡിലുള്ളവ നോക്കാം. അൽ ഖുറത്ത് പന്ത്, അൽ കിതാബ് പുസ്തകം, അൽ ജവ്വാൽ മൊബൈൽ ഫോൺ. ഒന്നാമത്തേത് നോക്കാം. എനിക്ക് ചെവിയില്ലാതെ കേൾക്കാം, ദൂരെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. ഉത്തരമായി വരേണ്ടത് പന്തല്ല, പുസ്തകമല്ല, മൊബൈൽ ഫോണാണ്. അടുത്തത് എൻ്റെ ഷേപ്പ് റൗണ്ടിലുള്ളതാണ്. കുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുന്നു. പന്ത് ശരിയാണ്, ഒന്നാമത്തേത് ശരിയാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളത് അൽ കിതാബ് പുസ്തകം, അത് ഞാൻ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ്, അറിവുകളുടെ ശേഖരമാണ്. അടുത്തത് തറജിം ഇലാ ലുഗത്തിക, പല കുട്ടികളും ഈ ചോദ്യം എന്താണ് എന്നറിയാതെ പല രീതിയിൽ കൺഫ്യൂഷൻ ആവാറുണ്ട്. ചില ആളുകൾ അറബി മലയാളം എഴുതും, നമ്മുടെ ഭാഷയിലേക്ക് അതായത് മാതൃഭാഷയിലേക്കാക്കാനാണ് പറയുന്നത്. ഇവിടെ മലയാളത്തിലാണ് എഴുതേണ്ടത്. വസ്വല ത്വബീബു ഇലൽ മുസ്തഷ്ഫ, അതിൻ്റെ അർത്ഥം ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തി. അടുത്തത് തവക്കുൽ കർമാൻ കാത്തിബത്തുൻ വസിഹാഫിയുൻ, തവക്കുൽ കർമാൻ എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമാണ്. അടുത്തത് അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. ഈ ചോദ്യങ്ങൾ ഒരു പക്ഷേ
പല രീതിയിൽ മാറി 2 മാർക്കിന് വരാം, 3 മാർക്കിന് വരാം, 4 മാർക്കിന് വരാം. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിട്ടും 1 മാർക്കിനോ 1/2 മാർക്കിനോ ഒക്കെ ആയും വരാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഇഖ്തർ മിനൽ ആത്തിയ, വരുന്നവയിൽ നിന്നും താഴെയുള്ളതിൽ നിന്നും സെലക്ട് ചെയ്യുക. ഈജാബിയാത്തിൽ വസായിലിൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ 75-ാമത്തെ പേജിൽ 2 കോളങ്ങളായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കൊണ്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും. ഈജാബിയാത്ത് പോസിറ്റീവ് കാര്യങ്ങൾ, സൽബിയാത്താണ് നെഗറ്റീവ് കാര്യങ്ങൾ. ഇവിടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി. ലിയാ ഉൽ ഔക്കാദ്, സമയനഷ്ടം, ഇത് പോസിറ്റീവ് കാര്യമാണോ? അല്ല. നഖ്ലുൽ മഅലൂമാത്ത്, അറിവുകൾ ഷെയർ ചെയ്യാൻ കഴിയും. ഉത്തരം ശരിയാണ്. അടുത്തത് തക്സീറുൽ മസാഫാത്ത്, അകലങ്ങളെ കുറക്കാൻ കഴിയുന്നു. ശരിയാണ്. അടുത്തത് തഖ്രീബുൽ ബഈദ്, ദൂരെയുള്ളവയെ അടുപ്പിക്കുന്നു. ഇതും ശരിയാണ്. രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. അടുത്തത് അത്തലവുസുൽ ഫിക്രി, ചിന്തയെ മലിനപ്പെടുത്തുന്നു. ഇത് പോസിറ്റീവ് കാര്യം അല്ല. അപ്പോൾ ഉത്തരമായി വരേണ്ടത് നഖ്ലുൽ മഅലൂമാത്ത്, തക്സീറുൽ മസാഫാത്ത്, തഖ്രീബുൽ ബഈദ്. അടുത്തത് അഇദ്ദ ഇസ്തിഫ്താഅൻ, ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ലിൽ മുഖാബലത്തി, അഭിമുഖത്തിനായിട്ട്. മഅസ്സയ്യിദ്, കൈലാസ് സത്യാർത്ഥി, കൈലാസ് സത്യാർത്ഥിയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഒരു പോയിൻറ്റും തന്നിട്ടില്ല. നാം 3 ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്കവിടെ ഫുൾ മാർക്ക് 3 മാർക്ക് ലഭിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ 47-ാമത്തെ പേജിൽ സയ്യിദ് തവക്കുൽ കർമാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ നാം തയ്യാറാക്കിയത് നോക്കുക. മത്താ വുലിത്ത, നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത്? ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ മത്താ വുലിദത്തി എന്ന് വേണ്ടിയിരുന്നു. അടുത്ത ചോദ്യം, ഐന വുലിത്ത, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ജനിച്ച സ്ഥലം. ഒരു പുരുഷനാണ്, വുലിദത്ത എന്ന് ചോദിച്ചു. സ്ത്രീ ആയിരുന്നെങ്കിൽ തവക്കുൽ കർമാനാണെങ്കിൽ ഐന വുലിദത്തി. അടുത്തത് കം അഅ്ലാ അൻഫി ഉസ്രത്തിക, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ കം അഅ്ലാ അൻഫി ഉസ്രത്തിക്കി എന്ന് വേണ്ടിയിരുന്നു. അടുത്തത് ഒരു പദ്യം പൂരിപ്പിക്കാനാണ്. കമ്മിലിൽ മൻലൂമ ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്ത് പദ്യം പൂർത്തിയാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. 66-ാമത്തെ പേജിൽ ഇതേപോലെ പഠിക്കുന്നുണ്ട്. നഹ്നു അബ്നാ ഉൽ ബിലാദ്, നഹ്നു അത്ഫാലുൽ ബിലാദ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങളിത് പഠിക്കുക. നഹ്നു എന്നുള്ളത് താഴോട്ട് നേരെ കൊടുക്കാം. കാരണം ആദ്യ വരിയും അവസാന വരിയും അതുപോലെ നിങ്ങൾക്ക് മോഡലിനായി തന്ന ഒരു നഹ്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലോജിക്ക് എടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. നഹ്നു അതേപോലെ. അതുപോലെ അൽ ബിലാദ്, ബിലാദും അതേപോലെ നിങ്ങൾക്ക് താഴോട്ട് കൊടുക്കാം. കാരണം ലാസ്റ്റ് വരിയിൽ അൽ ബിലാദ് അതേപോലെ വന്നിരിക്കുന്നു. 2-ാമത്തെ ഭാഗത്തും, അതായത് ഇടതുവശത്തും വലതുവശത്തും ഇതേ ഫോർമാറ്റ് നമുക്ക് പിന്തുടരാവുന്നതാണ്. എന്നിട്ട് ഓരോന്നും എന്താണോ വേണ്ടത്, നഹ്നു അബ്നാ ഉൽ ബിലാദ്, നഹ്നു ഔലാദുൽ ബിലാദ്, നഹ്നു അസ്ഹാറുൽ ബിലാദ്, നഹ്നു അവാനുൽ ബിലാദ്. ഇവിടെ ഇവ കറക്റ്റ് നേരെ അങ്ങ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ടെക്സ്റ്റ് ബുക്കിലെ 66-ാമത്തെ പേജ് എടുത്ത് നന്നായിട്ട് നിങ്ങൾ അടുത്ത ചോദ്യം, ഇഖ്റ ഇൽ ഫിഖ്റ, പാരഗ്രാഫ് വായിക്കുക. വല ബിൻതൻ, പെൺകുട്ടി എന്ന് വച്ച് നൽകുക. മക്കാന വലത്, ആൺകുട്ടിയുടെ സ്ഥാനത്ത്. റഅയ്തു, ഞാൻ കണ്ടു. ഇത് നാം പല ക്ലാസ്സുകളിലും പ്രാക്ടീസ് ചെയ്തതാണ്. വളരെ സിമ്പിളാണ്. മാർക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതുമാണ്. വലത് എന്ന സ്ഥാനത്ത് ബിൻതൻ എന്ന് വെച്ച് നൽകുക. യംഷി, അവൻ നടക്കുന്നു എന്നുള്ളത് തംഷി എന്നാവുമ്പോൾ അവൾ നടക്കുന്നു എന്നർത്ഥം ലഭിക്കുന്നു. ഫിസൂക്കി, മാർക്കറ്റിൽ. വഹുവ, അവൻ എന്നുള്ളത് വഹിയ എന്നാക്കണം. യബിഉ, അവൻ വിൽക്കുന്നു. തബിഉ എന്നാക്കണം. അൽ ഫവാക്കിഹ്,
ജിസ്മുഹു അവൻ്റെ ശരീരം എന്നുള്ളത് ജിസ്മുഹ എന്നാക്കുമ്പോൾ അവളുടെ ശരീരം എന്നർത്ഥം ലഭിക്കുന്നു. നഹീലുൻ മെലിഞ്ഞതാണ്, നഹീലത്തുൻ എന്നാക്കണം. വലൗനുഹു അവൻ്റെ കളർ, വലൗനുഹ എന്നാക്കണം, അസ്മർ. അടുത്തത് ഇഖ്റ തർജുമത്തൽ ഹയാത്ത്, ഓട്ടോബയോഗ്രാഫി അല്ലെങ്കിൽ പ്രൊഫൈൽ, ഇംഗ്ലീഷിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഫോർമാറ്റ് അത് നമുക്ക് വായിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വ അൻഷി മിൻഹ സലാസത്ത് അസ്ഇല എന്നിട്ട് അതിൽ നിന്നും 3 ചോദ്യങ്ങൾ നിർമ്മിക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സ് അർത്ഥം നിർബന്ധമായിട്ടും പഠിക്കണം. മൻ ആര്, മാ എന്താകുന്നു, മത്ത എപ്പോൾ, ഐന എവിടെ. അൽ അദീബ് അൽ അദീബുൽ മഷ്ഹൂർ ഫേമസായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ വുലിദ സനത്ത 1908. അദ്ദേഹം 1908 ജനിച്ചു. ഫി മുഖാത്തു കോട്ടയം, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ, ജില്ലയിൽ. വമിൻ മുവല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാണ് ഷാത്തു ഫാത്തിമ, പാത്തുമ്മയുടെ ആട്. അൽ അസ്വാത്ത് ശബ്ദങ്ങൾ. ഹസ്വല അല ജായിസത്തി മജ്മയിൽ അദബി ബി കേരള, കേരള സാഹിത്യ അവാർഡ് അദ്ദേഹം നേടി. ലുഖിബ ബി ബേപ്പൂർ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു. തൂഫിയൽ കാത്തിബ് സനത്ത 1994 അദ്ദേഹം മരണപ്പെട്ടു. ചോദ്യങ്ങളുണ്ടാക്കിയത് നോക്കുക. മൻ കാന വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ ആരായിരുന്നു? അദ്ദേഹം കാന വൈക്കം മുഹമ്മദ് ബഷീർ അൽ അദീബുൽ മഷ്ഹൂർ. ഉത്തരം എഴുതേണ്ടതില്ല, ചോദ്യങ്ങൾ മാത്രം നിർമ്മിച്ചാൽ മതി. അടുത്തത് മത്താ വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എപ്പോൾ? വർഷമാണ് ചോദിച്ചത്. വുലിദ സനത്ത 1908. അടുത്ത ചോദ്യം ഐന വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എവിടെ ജനിച്ചു? വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ ഫി മുഖാത്തു കോട്ടയം, അതാണ് ഉത്തരം. ഉത്തരം എഴുതേണ്ടതില്ല. അടുത്ത ചോദ്യം റഅ ഫുവാദുൻ സ്വദീഖഹു അഹമ്മദ്, ഫുവാദ് തൻ്റെ കൂട്ടുകാരനായ അഹമ്മദിനെ കണ്ടു. ഫിസൂഖി മാർക്കറ്റിൽ വെച്ചിട്ട്. വഹുവ ലം യദ്ഹബ് ഇലൽ മദ്രസ, അവൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. വയബി ഉൽ അഖിയാസ ഫിസൂഖി, മാർക്കറ്റിൽ അവൻ കീസുകൾ വിൽക്കുന്നു. ഫദാറ ബൈനുഹുമാ ഹിവാർ, അവർ തമ്മിൽ ഒരു ഹിവാർ സംഭാഷണം നടന്നു. ഇദ്ദൽ ഹിവാർ, ആ ഹിവാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ 62-ാമത്തെ പേജിൽ ഏകദേശം ഇതുപോലെയുള്ളൊരു ചോദ്യം കാണാം. 3 ഹിവാറുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ സാധാരണയായി പരീക്ഷയ്ക്ക് വരുന്നതായി കാണുന്നത്. ആ 3 ഏരിയകളും നിങ്ങൾ നന്നായി പഠിക്കുക. ജുമല സെൻറ്റൻസുകൾ ക്രമീകരിക്കുക. ഡിസോർഡറായി തന്നു, ഓർഡർ നൽകുക. ടെക്സ്റ്റ് ബുക്കിലെ 16-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തേത് അൽ ബിലാദു രാജ്യം, റൂഹ് ആത്മാവ്, അൽ ഖറിയ ഫി. ഉത്തരം വരേണ്ടത് ഒരു ഹെഡിങ് ആണ്. റൂഹുൽ ബിലാദി ഫിൽ ഖറിയ, ആ ചിത്രകഥയുടെ ഹെഡിങ് ആണിത്. അടുത്തത് അക്ബർ ഏറ്റവും വലിയ, അൽ ഫീൽ സിംഹം, അസദ് അൽ ഫീൽ ആന, അസദ് സിംഹം, മിൻ. ഉത്തരം വരേണ്ടത് അൽ ഫീലു അക്ബറു മിൻ അസദിൻ. അടുത്തത് ഫി അൽ അമൽ ജോലി, റായിഹുൻ സുന്ദരം, അൽ ഹക്കൽ വയൽ. ഉത്തരം വരേണ്ടത് അൽ അമലു ഫിൽ ഹക്കലി റായിഹുൻ. അടുത്തത് സിൽബിൽ മുനാസിബ് ചേരുംപടി ചേർക്കുക. ദാത്തുന്നിത്വഖൈൻ രണ്ട് ചരടുകളുടെ ഉടമ. കൈലാസ് സത്യാർത്ഥി, ജായിസത്തു നോബൽ. ഇടതുവശത്ത് നോക്കാം. തവക്കുൽ കർമാൻ, അസ്മാ ബിൻ അബീബക്കർ, സായി ലി സലാമത്തിൽ അത്ഫാൽ, അബൂബക്കർ ബിൻ അബി കുഹാഫ. ദാത്തുന്നിത്വഖൈൻ യോജിക്കുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ. ഒരു പാഠത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെയാണിത്. അടുത്തത് കൈലാസ് സത്യാർത്ഥി, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സായിലി സലാമത്തിൽ അത്ഫാൽ, കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തി. അടുത്തത് ജായിസത്തു നോബൽ, നോബൽ സമ്മാനം നൽകിയ യമൻ വനിതയാണ് തവക്കുൽ അബ്ദുസ്സലാം കർമാൻ. 2023 ഒരു ചോദ്യം തറജിം ഇലാ ലുഗത്തിക, നിൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അൽ ഇൻസാനു യൻജഹു ഫിൽ ഹയാത്തി ഇദാ കാന ത്വാലിബൽ ഇൽമിൻ,
അറിവ് അന്വേഷിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ 77-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അൽ ഇൽമു യുസാഇദുന അലൽ ഖിയാമി ബി ഹവായിജിന വ ഹല്ലി മശാക്കിലിന. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യങ്ങൾ നിർവഹിക്കാനും അറിവ് നമ്മെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, തഖല്ലസ ആമിറുൻ മിൻ മിസ്യദത്തിൽ മുഖദ്ദിറാത്ത്. ലഹരിയുടെ കെണിയിൽ നിന്നും ആമിർ രക്ഷപ്പെട്ടു. ബഅദ സനവാത്തിൻ ലഖിയ സ്വദീഖഹു ബസ്സാം. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂട്ടുകാരനായ ബസ്സാമിനെ അവൻ കണ്ടുമുട്ടി. ഹുവയതനാവലു ഹൽവയാത്തുൻ മിൻ തോമസ്. ആ ബസ്സാം തോമസിൻ്റെ അടുത്ത് നിന്ന് മിഠായികൾ വാങ്ങി കഴിക്കുന്നു. ഫജറ ബൈനഹുമാ ഹിവാർ. അവർ തമ്മിലുള്ള സംഭാഷണം ഇദ്ദൽ ഹിവാർ, അത് തയ്യാറാക്കുക. 28-ാമത്തെ പേജിലാണ് അടുത്ത ഹിവാർ വരുന്നത്. ആ ഏരിയ കൂടി നിങ്ങൾ നന്നായി പഠിക്കുക. അടുത്ത ചോദ്യം, അബ്ബി അൽ ഇസ്തിമാറത്തിൽ ഉളവിയ അത്താലിയ. താഴെയുള്ള മെമ്പർഷിപ്പ് ഫോം പൂർത്തിയാക്കുക. ഇസ്മുൽ കാമിൽ പൂർണ്ണമായ പേര്, അൽ ഉംർ വയസ്സ്, ക്ലാസ്, ജനന തീയതി, പിതാവിൻ്റെ പേര്, മൊബൈൽ നമ്പർ. ഇവയാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ 45-ാമത്തെ പേജിലുണ്ട് വലതുവശത്ത് ഫുൾ നെയിമിനുള്ള പദം. ചോദ്യം, നുറാജി ഉൻ നസ്വ വനു അബ്ബി ഉൽ ഇസ്തിമാർ അലി അസ്മാർ അലി അള്ളാഹുനഹ. അസ്മാർ അലി അള്ളാഹുനഹയുടെ ഇസ്തിമാറ ഫില്ല് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏതൊരു വ്യക്തിയെക്കുറിച്ച് എഴുതാൻ ചോദിച്ചാലും അത് എഴുതാനുള്ള കഴിവ് നാം നേടിയെടുക്കണം. ഓരോന്നിൻ്റെയും അർത്ഥം പറയാം. ഇസ്മുൽ കാമിൽ പൂർണ്ണമായ പേര്, മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം, ആമുൽ മീലാദ് ജനന വർഷം, ഇസ്മുൽ വാലിദ് പിതാവിൻ്റെ പേര്, ഇസ്മുൽ ജദ് വല്ലിപ്പയുടെ പേര്, അൽ ലഖബ് സ്ഥാനപ്പേര്, ഇസ്മുൽ സൗജ് ഭർത്താവിൻ്റെ പേര്, ഇസ്മുൽ ഇബ്ന് മകൻ്റെ പേര്, ആമുൽ വഫാത്ത് മരണവർഷം, മക്കാനുൽ വഫാത്ത് മരിച്ച സ്ഥലം. പരിചയപ്പെടാത്ത 2022 മറ്റൊരു ചോദ്യം നോക്കുക. ഒരു പരസ്യം കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. ഫുഖിദ വലദുൻ ഖബല യൗമൈനി. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. ഇസ്മുഹു അജ്മൽ. അവൻ്റെ പേര് അജ്മലാണ്. നഹീലുൽ ജിസ്ം അസ്മറുൽ ലൗൻ. ഇരുനിറം, മെലിഞ്ഞ ശരീരം. ലബിസ ഖമീസൻ അസ്ഫർ വ ബൻതലൂനൻ അസ്വദ്. മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റുമിട്ട. യുർജ മിമ്മൻ യസർ. കണ്ടുകിട്ടുന്നവർ അൽ ഇത്തിസാൽ അലാ റഖം. ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം. ചോദ്യങ്ങൾ നോക്കാം. കൈഫ ജിസ്മുൽ വലദ്. കുട്ടിയുടെ ശരീരം എങ്ങനെയുള്ളതാണ്? ഉത്തരം നഹീലുൽ ജിസ്ം. ജിസ്മുൽ വലദി നഹീലുൻ എന്ന് കൊടുത്താലും മതി. അടുത്തത്, മത്താ ഫുഖിദൽ വലതു. കുട്ടിയെ എപ്പോഴാണ് നഷ്ടപ്പെട്ടത്, കാണാതെയായത്? ഉത്തരം ഫുഖിദൽ വലതു ഖബല യൗമൈൻ. 2 ദിവസങ്ങൾക്ക് മുൻപ്. മാ ലൗനു ഖമീസുൽ വലദ്. കുട്ടിയുടെ ഷർട്ടിൻ്റെ കളർ. ഖമീസുൽ വലദ് ലൗനു ഖമീസുൽ വലദ് അസ്ഫർ. മഞ്ഞ നിറമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 63-ാമത്തെ പേജുമായിട്ട് കണക്റ്റഡ് ആണ്. അടുത്ത ചോദ്യം, കമ്മിൽ ഷംസൽ മുഫ്രദാത്ത്. പദസൂര്യൻ പൂർത്തിയാക്കാം. ബി കലിമാത്തിൻ മുനാസിബ. യോജിച്ച പദങ്ങൾ കൊണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ 41-ാമത്തെ പേജ് അതേപോലെ ചോദിച്ചു എന്ന് നമുക്ക് പറയാം. സെൻറ്ററിൽ മധ്യത്തിൽ ഇംറഅത്ത് എന്ന് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ അൽ മർഅ സ്ത്രീ. 2ൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, സ്ത്രീ എന്ന് തന്നെയാണ്. സ്ത്രീ ആരൊക്കെയാവും? അവളുടെ ജീവിതത്തിലെ റോള് എന്തൊക്കെയാണ്? ഒന്ന്, അൽ ഉഖ്ത്ത് അവൾ സഹോദരിയാവും. അതുപോലെ അസൗജ ഭാര്യയാവും. അൽ ഉമ്മയാവും. അൽ ഇബ്നത്ത് മകളാവും. അൽ ജദ്ദ വല്യമ്മയാവും. അത്തിഫില ചെറിയ ഇൻഫാൻറ്റ് ആ ലെവലിലുള്ള കുട്ടിയാവും. അൽ അമ്മത്ത് അമ്മായിയാവും. ഈ ഏരിയ നിങ്ങൾക്ക് നന്നായി പഠിക്കാം. ഇതുപോലെ തന്നെ അത്തദ്ഖീൻ പുകവലിയുമായി ബന്ധപ്പെട്ട ഒരു പേജുണ്ട്. അതും ഒരു പക്ഷേ ഇതേ ഫോർമാറ്റിൽ ചോദിക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിലെ 26-ാമത്തെ പേജ് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. അത്തദ്ഖീൻ പുകവലിയുമായി ബന്ധപ്പെട്ടത്. അത്തദ്ഖീനു യുഫ്സിദുൽ അസ്നാൻ പല്ലുകളെ കേടുവരുത്തുന്നു. അത്തദ്ഖീനു യളുറുൽ ഖൽബ ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇതുപോലെയുള്ള പോയിൻ്റുകൾ കറക്റ്റായി പഠിക്കുക. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഇതിൻ്റെ പോയിൻ്റുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, റാജിഇൽ ജദ്വല
പാട്ടിലേക്ക് മടങ്ങി വാജിബ് അനിൽ അസില എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. ഇവിടെ ഒരു ചാർട്ട് തന്നു, അതിൽ നോക്കിയിട്ടാണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് നാം ഉത്തരം എഴുതേണ്ടത്. പുതിയ ട്രെൻഡായി വരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ജിൻസിയ ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത്. മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം, താരീഖുൽ മീലാദ് ജനിച്ച വർഷം അല്ലെങ്കിൽ ഡേറ്റ്, അൽ ഇസ്മ പേരവസാനം കൊടുത്തിരിക്കുന്നു. അതുപോലെ ജനിച്ച സ്ഥലം, വർഷം, ഏത് രാജ്യക്കാരൻ, ഇതൊക്കെ ഒരു ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. ഉലിത കൈലാഷ് സത്യാർത്ഥി കൈലാഷ് സത്യാർത്ഥി ജനിച്ചു. അപ്പോൾ കൈലാഷ് സത്യാർത്ഥി എന്ന പേര് ആദ്യം നോക്കുക, അതിൻ്റെ നേരെ അദ്ദേഹം ജനിച്ച സ്ഥലം. ഉത്തരം മക്കാനുൽ മീലാദിൽ കാണാം, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, തവക്കുൽ അബ്ദുസലാം കർമാൻ ഡാഷ് അൽ ജിൻസിയ ഏത് വംശജ, ഏത് രാജ്യക്കാരിയാണ്. അപ്പോൾ തവക്കുൽ അബ്ദുസലാം കർമാൻ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ജിൻസിയയിലേക്ക് പോകുന്നു. യമാനിയത്ത്, യമനി രാജ്യക്കാരിയാണ് അവൾ. അടുത്തത് വുലിദത്ത് നവാൽ മുഹ്നി സനത്ത, നവാൽ മുഹ്നി ജനിച്ച വർഷമാണ് ചോദിക്കുന്നത്. അപ്പോൾ നവാൽ മുഹ്നി ഏത് കോളത്തിലാണെന്ന് നോക്കുക, അതിന് നേരെ അവൾ ജനിച്ച വർഷം. അടുത്തത് നവാൽ മുഹ്നി ഷാഇറത്തുനൊരു കവിയാണ്. ഏത് രാജ്യത്തെ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉത്തരം അൽ മിസ്രിയ, ഈജിപ്തുകാരിയായ. അടുത്ത ചോദ്യം, ഉക്തുബ് മുദക്കിറത്തൻ അനിൽ ഖറിയ ഗ്രാമത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. ബിമുസാഅദത്തിൻ നിഖാത്തിത്താലിയ താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടു കൂടി. 22ാമത്തെ പേജിൽ നിങ്ങൾക്കൊരു ബയാൻ, വിവരണം എഴുതാൻ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കുറിപ്പായിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അർത്ഥം നോക്കാം. ജമീലത്തുൻ ഭംഗിയുള്ള, മദ്രസത്തുൻ ഖദീമ പഴയ സ്കൂൾ, അഷ്ജാറുൻ കബീറ വലിയ മരങ്ങൾ, നഹ്റുൻ ജാർ ഒഴുകുന്ന പുഴ, ഹുക്കൂലുൻ വാസിയ വിശാലമായ വയലുകൾ, മൈദാനുൻ നലീഫ് വൃത്തിയുള്ള ഗ്രൗണ്ട്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. മുദക്കിറ നിങ്ങൾക്ക് വരുന്ന പേജ് നമ്പറുകൾ 13, 22. 22ാമത്തെ പേജിൽ ബയാനാണ്, വിവരണം. മുദക്കിറ വിവരണത്തെക്കാൾ കുറച്ച് ഷോർട്ടായിരിക്കും. ബയാന്, വിവരണം ഒന്നുകൂടെ വലിയ ഒരു പാരഗ്രാഫാക്കിയിട്ട് എഴുതണം. അതുപോലെ 45, 77 ഈ പേജുകളിലാണ് നിങ്ങൾക്ക് മുദക്കിറയും ബയാനുമൊക്കെ വരുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് അത് തന്നെ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് നൽകാം. ഖറിയ എന്ന് തന്നെ നമ്മളിവിടെ ഹെഡിങ് കൊടുത്തു, ഗ്രാമം. ഹാദിഹി ഖറിയത്തുൻ ജമീല ഇത് ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. വഫീഹ മദ്രസത്തുൻ ഖദീമ അതിൽ പഴയ ഒരു സ്കൂളുണ്ട്. വഫീ വറാഇൽ മദ്രസത്തി മൈദാനുൻ വാസിഉൻ വനളീഫുൻ സ്കൂളിൻ്റെ പിന്നിൽ വൃത്തിയുള്ള വിശാലമായൊരു ഗ്രൗണ്ടുണ്ട്. യൽ അബൂനൽ ഔലാദു അൽ ആബൻ മുഖ്തലിഫ കുട്ടികൾ വ്യത്യസ്ത കളികളിൽ അവിടെ നിന്ന് ഏർപ്പെടുന്നു, അവിടെ വ്യത്യസ്ത കളികൾ കളിക്കുന്നു. വഫി ജിവാരിഹ അഷ്ജാറുൻ കബീറ അതിൻ്റെ അടുത്ത് വലിയ മരങ്ങളുണ്ട്. വഫിൽ ഖറിയത്തി ഹുഖൂലുൻ വാസിഅ ഗ്രാമത്തിൽ വിശാലമായ വയലേലകളുണ്ട്. യസ്റ ഉൽ മുസാരിഊന സിറാഅത്തുൻ മുഖ്തലിഫ കർഷകർ വ്യത്യസ്ത കൃഷികൾ അവിടെ ചെയ്യുന്നു. വഫി ജാനിബിഹ നഹ്റുൻ ജാരിയ അതിൻ്റെ അടുത്ത് ഒഴുകുന്ന ഒരു പുഴയുണ്ട്. മാ അജ്മൽ ഹാദിഹിൽ ഖറിയ ഈ ഗ്രാമം എത്ര ഭംഗിയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഖ്തർ മിനൽ ആത്തിയ മാ യുനാസിബു ബി അഹ്മിയത്തിൽ ഇൽമ് അറിവിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെയുള്ളതിൽ നിന്നും സെലക്ട് ചെയ്യുക. അൽ അഖ്ലാഖുൽ ഹസന സൽസ്വഭാവം. അതുപോലെ സൽസ്വഭാവം അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അത്തലവുസുൽ ഫിക്രി ചിന്ത, മോശമായ ചിന്ത അത് അറിവുമായി ബന്ധമില്ല, അത് ഉത്തരമല്ല. ഹല്ലുൽ മഷാക്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും, അറിവുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, ഉത്തരം ശരിയാണ്. ഫുർസത്തുൽ അഖ്ദിൽ ഹസനാദ്
നന്മകൾ സ്വീകരിക്കാനുള്ള അവസരം അറിവിലൂടെ ലഭിക്കുന്നു. ശരിയാണ്. അൽ ഫസാദുൽ ഖുൽക്കി, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവില്ല. അറിവുള്ള വ്യക്തിക്ക് അതുണ്ടാവില്ല. അത് തെറ്റാണ്. അൽ ഖിറാ അവൽ കിതാബ, എഴുതാനും വായിക്കാനുമുള്ള കഴിവ്, അതും ശരിയാണ്. ശരിയായവ അൽ അഖ്ലാഖുൽ ഹസന, ഹല്ലുൽ മഷാക്കിൽ, ഫുർസത്തുൽ ലിഅഖ്ദിൽ ഹസനാത്, അൽ ഖിറാഅത്തു വൽ കിതാബ. അടുത്ത ചോദ്യം നോക്കാം. ഇഖ്റ തർജമത ഹയാത്ത് അൽ അദീബ് നജീബ് മഹഫൂസ്, സാഹിത്യകാരനായ നജീബ് മഹഫൂലിൻ്റെ പ്രൊഫൈൽ നമുക്ക് വായിക്കാം. വ അബ്ബി അൽ ഇസ്തിമാറ അത്താലിയ, എന്നിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, ബയോഡാറ്റ ഫില്ല് ചെയ്യുക. വുലിദ സയ്യിദ് നജീബ് മഹഫൂസ് ബിൻ അബ്ദുൽ അസീസ് ആം 1911 ഫിൽ കാഹിറോ, 1911 കൈറോയിൽ നജീബ് മഹഫൂസ് ബിൻ അബ്ദുൽ അസീസ് ജനിച്ചു. കാനത്ത് ദിറാസത്തുഹു ഫിൽ ജാമിഅത്തുൽ മിസ്രിയ, ജാമിഅത്തുൽ മിസ്രിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്താണ് അൽ ലിസ്സു വൽ കിലാബ് വ കസറു ഷൗഖ്. ഹസ്വല അല ജായിസത്ത് നോബൽ ലിൽ അദബ്, സാഹിത്യത്തിനുള്ള നോബൽ ലോറിയറ്റാണ് അദ്ദേഹം. നോബൽ പ്രൈസ് അദ്ദേഹം നേടി. തൂഫിയ നജീബ് മഹഫൂസ് സനത്ത് 2006 അദ്ദേഹം മരണപ്പെട്ടു. നമുക്ക് നോക്കാം. അൽ ഇസ്മുൽ കാമിൽ, പൂർണ്ണമായ പേര് ഇവിടെ വേണ്ടത് നജീബ് മഹഫൂസ് ബിൻ അബ്ദുൽ അസീസ്. ആമുൽ മീലാദ്, ജനിച്ച വർഷം 1911. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം കാഹിറ, അൽ കാഹിറ. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിന് ശേഷം ലഭിക്കും. നജീബ് മഹഫൂസ് ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൽ അസീസ്. അടുത്തത് അൽ ജാമിഅത്തുൽ മിസ്രിയ, ഇതുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പഠനമാണ്. അപ്പോൾ അവിടെ വേണ്ടത് അദ്ദിറാസ. അടുത്തത് അൽ ജായിസ, അവാർഡ്, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡ് ജായിസത്തു നോബൽ ലിൽ അദബ്, സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസാണ് അദ്ദേഹം നേടിയത്. അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അൽ ലിസ്സു വൽ കിലാബ് വ കസറു ഷൗഖ്. അടുത്തത് വർഷം കൊടുത്തിട്ടുണ്ട് 2006. ആമുൽ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണ വർഷമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഹിവാർ പല ചോദ്യപേപ്പറുകളിലും വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. റഅ ഫുവാദുൻ, ഫുവാദ് കണ്ടു, സ്വദീഖഹു, തൻ്റെ കൂട്ടുകാരനെ, അഹമ്മദ്, അവൻ്റെ പേര് അഹമ്മദ്. ഫിസൂഖി, മാർക്കറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. വഹുവ ലം യദ്ഹബ് ഇലൽ മദ്രസത്തി വയബിഉൽ അഖയാസ ഫിസൂഖ്, അവൻ മാർക്കറ്റിൽ കീസുകൾ വിൽക്കുന്നു, അവൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. ഫദാറ ബൈനഹുമാ ഹിവാർ, അവർ തമ്മിലൊരു സംഭാഷണം നടന്നു. ഇദ്ദ ദാലിക്കൽ ഹിവാർ, ആ സംഭാഷണം തയ്യാറാക്കുക. നേരത്തെ നാം ഇത് പറഞ്ഞിട്ടില്ല. നോക്കാം. ഫുവാദ് മസ്മുക്ക, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അഹമ്മദ് പറയുന്നു അന അഹമ്മദ്, ഞാൻ അഹമ്മദാണ്. ഫുവാദ് ഐന ബൈത്തുക്, നിന്റെ വീട് എവിടെയാണ്? അഹമ്മദ് ബൈത്തി ബഈദുൻ അൻ ഹാദിഹിൽ മദീന, ഈ പട്ടണത്തിൽ നിന്ന് അല്പം ദൂരത്താണ് എൻ്റെ വീട്. ഫുവാദ് മല്ലദി അഖ്റജക മിൻ ബൈത്തിക, എന്താണ് നീ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ വരാൻ കാരണം? അഹമ്മദ് ഈദാ ഉൽ അമ്മ, എൻ്റെ എളാപ്പയുടെ ക്രൂരതയാണ്. ഫുവാദ് മാദാ ഫഅല അമ്മുക്, നിന്റെ എളാപ്പ എന്താണ് നിന്നോട് ചെയ്തത്? അഹമ്മദ് കാന യളുരുബിനി ലി ഉമൂരിൻ ബസീത്വ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അദ്ദേഹം എന്നെ അടിക്കാറുണ്ടായിരുന്നു. ഫുവാദ് ഹൽ അബൂക്ക അല ഖൈദിൽ ഹയാത്ത്, നിന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ലേ? അഹമ്മദ് ലാ, ഇല്ല. തൂഫിയ വാലിദായ, എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു. ഖബല സനതൈൻ, 2 വർഷങ്ങൾക്ക് മുൻപ്. ഫുവാദ് ഹൽ കുൻത തദ്ഹബു ഇലൽ മദ്രസ, നീ സ്കൂളിലേക്ക് പോയിരുന്നില്ലേ? അഹമ്മദ് നഅം, പോയിരുന്നു. കുൻതു ദാരിസൻ ഫി സഫി സാദിസ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഫുവാദ് കം തക്തസിബു ഫിൽ യൗമി മിൻ ഹാദിഹിൽ അക്കിയാസ്, ഈ കവറുകൾ കൊണ്ട് നീ എത്ര സമ്പാദിക്കുന്നുണ്ട് ഓരോ ദിവസവും? അഹമ്മദ് സലാസുമി അറൂബിയ, 300 രൂപ. ഫുവാദ് ഹൽ തബ്ഗി അൻ തദ്റുസ, നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല? അഹമ്മദ് ഫിഅലൻ,
തീർച്ചയായിട്ടും. അബ്ഗി അൻ അദ്റുസ, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. വലാക്കിൻ, പക്ഷേ. ഫുവാദ് ലാ തഹസൻ, നീ ദുഃഖിക്കേണ്ടതില്ല. അന ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കാം. അടുത്ത ചോദ്യം, ലാഹിൽ ഷംസിൽ മുഫ്രദാത്ത്, പദസൂര്യൻ നിരീക്ഷിക്കുക. വഖവ്വിൻ അർബഅ ജുമലിൻ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണുന്നത് പോലെ 4 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു പദസൂര്യൻ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു, പക്ഷേ ഈ രീതിയിലല്ല. അത് ഒരു സ്ത്രീ ജീവിതത്തിൽ ഏതൊക്കെ റോൾ എടുക്കുന്നു എന്ന ചോദ്യമായിരുന്നു. ഇവിടെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തർബിയ വ താലീം, വിദ്യാഭ്യാസവും പഠനവും. തിബ്, ചികിത്സ. സിറാഅ, കൃഷി. തിജാറ, കച്ചവടം. സിനാഅ, വ്യവസായം. അൽ വസായിലുൽ ഇജ്തിമാഇയ്യ, ഇതൊക്കെയായിട്ട് സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ കണക്റ്റഡ് ആണ്. ഉദാഹരണം നോക്കൂ. ഇന്നലിൽ വസായിലിൽ ഇജ്തിമാഇയ്യ, തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയകൾക്കുണ്ട് ദൗറുൻ ഹാമൻ ഫി മജാലി തിബ്ബി, ചികിത്സാ മേഖലയിൽ വലിയ ഒരു പങ്ക്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന അതേപോലെ ചേർക്കുന്നു, ലിൽ വസായിലിൽ ഇജ്തിമാഇയ്യ അതേപോലെ ചേർക്കുന്നു, ദൗറുൻ ഹാമൻ അതും അതേപോലെ ചേർക്കുന്നു, ഫി മജാലി അതും അതേപോലെ ചേർക്കുന്നു, അത്തിബ്, ഇവിടെ തിബ് എന്ന് മാറ്റിയിട്ട് രണ്ടാമതായി സിറാ കൊടുക്കാം, തിബ് മാറ്റിയിട്ട് തിജാറ കൊടുക്കാം, സിനാ കൊടുക്കാം, തർബിയ വ താലീം കൊടുക്കാം. മറ്റ് സെൻറ്റൻസുകളൊക്കെ, മറ്റു വാക്കുകളൊക്കെ അതേപോലെ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ മാർക്ക് വാങ്ങാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ നേരത്തെ സൂചിപ്പിച്ച പേജ് 26 തദ്ഖീൻ, പുകവലിയുമായി ബന്ധപ്പെട്ട ഭാഗവും ഇതുപോലെ വരാം. പ്രത്യേകം നിങ്ങളത് പഠിക്കുക. അടുത്ത ചോദ്യം, തജ്രീഫി മദ്രസത്തിക്ക, നിന്റെ സ്കൂളിൽ നടക്കുന്നു. ഹഫ്ലത്തുൻ ലി തക്രീമിൽ ഫായിസീന ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ വിജയികളായവരെ ആദരിക്കാനുള്ള ഒരു സദസ്സ്. അഇദ്ദ ബർനാമിജല്ലഹ, അതിനൊരു ബർനാമിജ്, പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുക. നമുക്ക് ഹെഡിങ് ആയിട്ട് ബർനാമിജ് എന്ന് തന്നെ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 56-ാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗം കാണാം. അത് നിങ്ങൾ ക്ലിയറായി പഠിക്കുക. ഈ ചോദ്യവുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. നിങ്ങളോട് ഇവിടെ ആരൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തു, സ്വാഗതം ആര് ചെയ്തു, അധ്യക്ഷനാര്, ഉദ്ഘാടകനാര്, അതുപോലെ ആശംസകളാര്, ശുക്ർ, കലിമത്തു ശുക്ർ, നന്ദി പറഞ്ഞതാര്, ഇതൊന്നും ഒരു പാരഗ്രാഫ് ഫോർമാറ്റിൽ തന്ന് ചോദിച്ചിട്ടില്ല എങ്കിൽ ചില വാക്കുകൾ, ചില ഡെസിഗ്നേഷൻ, ഓരോരുത്തരുടെയും പേര് നാം പഠിക്കണം. ഇവിടെ കലിമത്തു തർഹീബ്, സ്വാഗത ഭാഷണം നിർവഹിച്ചത് ഉളുവുൽ മജ്ലിസുൽ ഖുറവി, ഗ്രാമത്തിലെ വാർഡ് മെമ്പറാണ്. ഉളുവുൽ മജ്ലിസുൽ ഖുറവി, വാർഡ് മെമ്പർ. ഈ പദം നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെക്കുക. റയീസ്, അധ്യക്ഷത വഹിച്ചത് നാദിറുൽ മദ്രസ, എച്ച്.എം, സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്. അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം നിർവഹിച്ചത് റയീസുൽ മജ്ലിസുൽ ഖുറവി, പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുള്ള പദമാണ് റയീസുൽ മജ്ലിസുൽ ഖുറവി. അടുത്തത് കലിമത്തു തഹാനി, ആശംസ, ആശംസാ പ്രസംഗം നിർവഹിച്ചത് മുവല്ലഫു ഷുർത്ത, പോലീസ് ഉദ്യോഗസ്ഥൻ. കലിമത്തു ശുക്ർ, നന്ദി പ്രസംഗം നിർവഹിച്ചത് അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ. ഇതുപോലെയുള്ള പേരുകൾ ഇതേപോലെ പഠിച്ചു വച്ചാൽ ഇതുപോലെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം, ഇഖ്റഇൽ ലഗ്സ അനിസ്സാ, വാച്ചിനെ കുറിച്ചുള്ള കടങ്കഥ വായിക്കുക, റിഡിൽ വായിക്കുക. വായിദ് ലഗ്സൻ അനിൽ ഖുറത്ത്, എന്നിട്ട് പന്തിനെ കുറിച്ച് നിങ്ങളൊരു ലഗ്സ്, ഒരു കടങ്കഥ അല്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യം തയ്യാറാക്കുക. വാച്ച് പറയുന്നത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 73-ാമത്തെ പേജിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഭാഗം കാണാം. കറക്റ്റായിട്ട് നിങ്ങൾ ആ ഭാഗം പഠിക്കുക, മനസ്സിലാക്കുക. ചില വാക്യങ്ങൾ, ചില വാക്കുകൾ അതേപോലെ പഠിച്ച് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പ്രയോഗിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് അന സഗീറുൽ ജിസ്ം, ഞാൻ ചെറിയ ശരീരമുള്ളവനാണ്. യുഹിബ്ബുനി അൽ ഇൻസാനു, മനുഷ്യൻ എന്നെ ഇഷ്ടപ്പെടുന്നു. വയുസാഹിബുനി ദായിമൻ, ഞാൻ അവനോടൊപ്പം എപ്പോഴും കൂട്ടുകൂടും, അവനോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഫി ജോഫി അർഖാമൻ, എൻ്റെ അകത്ത് നമ്പറുകളുണ്ട്. മൻ അന,
ഞാൻ ആര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുട്ബോളിനെ കുറിച്ച്, പന്തിനെ കുറിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അന മുദവ്വറത്തുൽ ജിസ്മി, ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ശരീരമുള്ളവനാണ്. യുഹിബുനി, എന്നെ ഇഷ്ടപ്പെടുന്നു. അൽ ഔലാദു, കുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുന്നു. അൽ ഇൻസാൻ എന്ന് കൊടുത്താലും ശരിയാണ്. വയുസാഹിബുനി ദാഇമൻ, അതും വേണമെങ്കിൽ കൊടുക്കാം. യുത്ലിക്കുനി അൽ ഫായിസീൻ, വിജയികൾ എന്നെ കാലുകൊണ്ടടിക്കുന്നു. അടുത്തത് ഹവ, വായു, വായുമായി ബന്ധപ്പെട്ടത് ഫി ജോഫി, എൻ്റെ അകത്തുണ്ട് ഹവാ ഉൻ, വായു. അന സ്വദീഖുൽ ഔലാദ് അല്ലെങ്കിൽ അന സ്വദീഖുൽ അത്ഫാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അവസാനം മൻ അന, ഞാൻ ആരാണ് എന്ന ചോദ്യവും കൂടെ ചോദിച്ച് നിങ്ങൾക്കതിൻ്റെ ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത ചോദ്യം, റത്തിബിൽ ജുമല, സെന്റൻസുകൾ ക്രമീകരിക്കുക. ഹത്താ തസീറു ഹിക്കായ, ഒരു നരേഷൻ, ഒരു സംഭവ വിവരണമാവുന്നത് വരെ. ടെക്സ്റ്റ് ബുക്കിൽ നാം ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട്. ആ ഭാഗം ഡിസോർഡറായി കൊടുത്തതാണ്. നേരത്തെ നാം ഇതുപോലെ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷേ അത് വാക്കുകൾ, ഒരു സെൻറ്റൻസ് തന്ന് അതിലെ വാക്കുകൾ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തത്. എന്നാൽ ഇതിൽ ഓരോ സെൻറ്റൻസുകൾ തന്ന് അതിൻ്റെ ഓർഡറുകൾ തെറ്റിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ഇദാ തറക ലക്കും മാലൻ, നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം ധനം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, അത് നല്ലത്. അത്തത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഇലാ ജദ്ദിഹ അബി ഗുഹാഫ, അസ്മാ റളിയല്ലാഹു അൻഹ തൻ്റെ വല്ലിപ്പയായ അബൂ ഗുഹാഫയുടെ അടുത്തേക്ക് വന്നു. ഫി യോമിൻ ഗാദറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്ക, ഒരു ദിവസം പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും മക്ക വിട്ട് കടന്നു, മക്കയിൽ നിന്ന് പോയി. ഫഖാലത്ത് കല്ല യാ അബതി ഇന്നഹു തറക ലനാ മാലൻ കസീറ, അവൾ പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ ഉപ്പ, അദ്ദേഹം നമുക്ക് ധാരാളം ധനം ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അടുത്തത്, ഖാല അബൂ ഖുഹാഫ ഇന്ന അബാക ദഹബ ബിമാലിഹി, അബൂ ഖുഹാഫ പറഞ്ഞു, നിന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനവുമായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ വേണ്ട ഓർഡർ ഒന്നാമത്തേത് ഫിയോമിൻ ഖാദറ, ഒരു ദിവസം പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ മക്ക വിട്ട് കടന്നു, മക്കയിൽ നിന്ന് പോയി, ഹിജറ പോയി. രണ്ടാമത് വേണ്ടത് അത്തത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഇലാ ജദ്ദിഹ അബി ഖുഹാഫ, അസ്മാ റളിയല്ലാഹു അൻഹ തൻ്റെ വല്ലിപ്പയായ അബൂ ഖുഹാഫയുടെ അടുത്തെത്തി. മൂന്നാമതായിട്ട് വേണ്ടത് ഖാല അബൂ ഖുഹാഫ ഇന്ന അബാക ഖദ് ദഹബ ബിമാലിഹി, തീർച്ചയായിട്ടും നിന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനവുമായിട്ട് പോയിട്ടുണ്ട്. നാലാമതായിട്ട് വേണ്ടത് ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ ഉപ്പ, അദ്ദേഹം നമുക്ക് വേണ്ടി ധാരാളം പണം ഇവിടെ ഉപേക്ഷിച്ചാണ് പോയത്. അവസാനമായി വേണ്ടത് ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ബാസ, എങ്കിൽ സാരമില്ല, ഇദാ തറക ലക്കും മാലൻ, അദ്ദേഹം നിങ്ങൾക്കായിട്ട് ധനം ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ. 2022, 23, 24 ഈ 3 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിലെ എല്ലാ ഭാഗങ്ങളും നാം കവർ ചെയ്തു. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ 4 ഭാഗങ്ങളല്ലാത്ത എല്ലാ മേഖലകളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചേരുംപടി ചേർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് പദ്യം, അത് എഴുതിയ വ്യക്തി, അതിലെ വിഷയം, ഇവയൊക്കെ നോക്കണം. അതുപോലെ നാടക കഥാപാത്രങ്ങളെ മനസ്സിലാക്കണം. അതുപോലെ അവരുടെ വയസ്സ് മനസ്സിലാക്കണം. ആദ്യ പാഠത്തിലെ അഹങ്കാര വാക്കുകൾ, അതായത് ഔസ്, അക്ബർ, അജ്മൽ, ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, ഞാനാണ് അത്തുവൽ, ഏറ്റവും ഉയരമുള്ളത്, ഇതുപോലെയുള്ള പദങ്ങൾ, അതൊക്കെ ആരാണ് പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വിട്ടുപോയ പ്രധാനപ്പെട്ട കുറച്ച് പേജുകൾ കൂടി സൂചിപ്പിക്കുന്നു. 26-ാമത്തെ പേജ്, ഈ ചോദ്യപേപ്പറുകളിലൊന്നും അതുമായി ബന്ധപ്പെട്ട പലതും കാണുന്നില്ല, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പേജുകളാണ്. ടെക്സ്റ്റ് ബുക്കിലെ 26-ാമത്തെ പേജ്, അതിൽ പുകവലിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. അത്തദ്ഖീനു യുഫ്സിദുൽ അസ്നാൻ,
പുകവലി പല്ലുകളെ കേടുവരുത്തുന്നു. അത്തദ്ഖീനു യദുറുൽ ഖൽബ്, പുകവലി ഹൃദയത്തിന് ദോഷകരമാണ്. അത്തദ്ഖീനു യദുറു റിഅ, അത്തദ്ഖീനു യദുറു അൽ ഹുൽഖൂം, അത്തദ്ഖീനു അവ്വലു ബാബിൻ ഇല ആലമിൽ മുഖദ്ദിറാത്ത്. ഇതുപോലെ നിങ്ങൾ പഠിച്ച പോയിന്റുകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അതുപോലെ 27-ാമത്തെ പേജിൽ ബൈത്തുദ്ദിആബ്, അതിലെ ഷഖ്സിയാത്തുൽ മസ്റഹിയ, നാടകത്തിലെ കഥാപാത്രങ്ങൾ ആമിർ, തോമസ്, കുമാർ, അബൂ സ്വാലിഹ്, ജോർജ്, നാസിർ, രാജു, ഇവരുടെയൊക്കെ വയസ്സ്, ഇവരുടെയൊക്കെ റോള്, ഇവയൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പേജാണ് 55-ാമത്തെ പേജ്. കംകാനത്ത് ഫർഹത്തി എന്ന ഹെഡിങ്ങോട് കൂടി അവിടെ ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അന്ന് എൻ്റെ സന്തോഷം എത്രയായിരുന്നു. അതിനുശേഷം ഡേറ്റ് കൊടുക്കുന്നു. കംകാനത്ത് ഫർഹത്തി, എൻ്റെ സന്തോഷം എത്ര വലുതായിരുന്നു. ഹീനത ആനി മുദീറുൽ മുഖാത്വാലിൽ ജുലൂസ് അലൽ മസ്റഹ്, സ്റ്റേജിലിരിക്കാൻ എന്നെ ജില്ലാ കളക്ടർ ക്ഷണിച്ചപ്പോൾ. വംതല ഖൽബി ബിൽ മസറത്ത് ഹീന സ്വാഫഹനിൽ വസീറുർ റഈസി അൽ മുക്കറം, ബഹുമാന്യനായ മുഖ്യമന്ത്രി എനിക്ക് കൈ തന്നപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഫാലത്ത് ഐനായ ബിബാലഗിൽ ഫറഹി ഇന്ദമാ ജലസ്തു അമാമൽ ഹഫ്ലിൽ കരീം, ആ മാന്യമായ സദസ്സിന് മുന്നിൽ ഇരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. അദ്കുറു ദാലിക റജുലുൽ ഫാദിൽ അല്ലദീ ബദല ജുഹൂദഹു ലി അജ്ലി സആദത്തിൽ അത്ഫാൽ, കുട്ടികളുടെ സൗഖ്യത്തിനായി പരിശ്രമിച്ച ആ മാന്യദേഹത്തെ ഞാൻ ഓർക്കുന്നു. മുഖദ്ദിമു ലഹു അഹറത്ത് തഹാനി വത്തബ്രീകാത്ത്, വലിയ ആശീർവാദങ്ങളും ആശംസകളും അദ്ദേഹത്തിനായി ഞാൻ നേരുന്നു. ഫുവാദ്, ഈ രീതിയിലൊരു ഡയറി കുറിപ്പ് എഴുതാൻ നാം പരിശീലിക്കണം. അതുപോലെ 63-ാമത്തെ പേജിലെ ഒരു പരസ്യം, ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ആ പരസ്യം, അത് പോയിന്റുകൾ തന്ന് നമ്മളോട് എഴുതാൻ ചോദിക്കാം. അതൊരു പെൺകുട്ടിയെ കാണാതെയായ രീതിയിൽ ചോദിച്ചതായി 63-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. ആ ഭാഗവും നന്നായിട്ട് നോക്കി തന്നെ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, വിജയിക്കുക, നല്ല ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കുക. വിജയാശംസകൾ.